ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് ബ്രോ റിവ്യൂസ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു വെറൈറ്റി സാധനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഒരു ഇലക്ട്രിക് ബ്രഷാണ്. ഇലക്ട്രിക് ബ്രഷ് എന്ന് പറയുമ്പോൾ പല്ല് തേക്കുന്ന ബ്രഷല്ല, അല്ലാതെ നമുക്ക് വണ്ടി കഴുകുന്ന സമയത്തും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ടൈല്, കിച്ചൺ സിങ്ക്, ഗ്യാസ് സ്റ്റൗവ്, അങ്ങനെ എന്തൊരു ഐറ്റവും, ഗ്ലാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പോളിഷ് ചെയ്യുന്നത് പോലെ ഉരച്ച് തേച്ച് കഴുകുന്ന ആ ഒരു എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇലക്ട്രിക് ബ്രഷാണ് ഇത്. ഞാൻ ആക്ച്വലി ആമസോണിൽ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് വാങ്ങിച്ചതാണ്. ഇത് എത്രത്തോളം വർക്ക് ചെയ്യും, എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരാൻ പോകുന്നത് എന്നൊന്നും എനിക്കറിയില്ല. അത് മാത്രമല്ല, ഇതിനകത്ത് കുറേ അറ്റാച്ച്മെൻറ്റ്സും ഉണ്ട്. അത് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആ സാധനമൊക്കെ പറയുന്നത് പോലെ തന്നെയാണോ, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളത് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു എന്നുള്ളത് ആദ്യം ഒന്ന് പറഞ്ഞു തരാം. ഞാൻ ആക്ച്വലി നമ്മുടെ ആമസോണിൽ സാധാരണ ഒരു മോപ്പ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അബദ്ധത്തിൽ ഇങ്ങനെ ഒരു സാധനം എൻ്റെ കണ്ണിൽ കണ്ട് ഞാൻ പെട്ടെന്ന് ചുമ്മാതെ അതിനകത്തൊന്ന് കയറി നോക്കിയപ്പോഴത്തേക്ക് സംഗതി കൊള്ളാമല്ലോ എന്ന് തോന്നിയിട്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിലൊക്കെ നോക്കിയപ്പോൾ സംഗതി നല്ലതാണെന്ന് തോന്നിയിട്ട് വാങ്ങിച്ചൊരു സാധനമാണ്. ആക്ച്വലി ഇതിന് ബ്രാൻഡ് മറ്റു കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇതിനകത്തൊന്നും എഴുതിയിട്ടൊന്നുമില്ല. ഇതേ സെയിം സാധനം പല ബ്രാൻഡുകളിലായിട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പല വിലകളിലായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇതിനകത്ത് അത്യാവശ്യം റേറ്റിംഗ് കൂടിയ ഒരു സാധനം നോക്കി ഞാൻ വാങ്ങിച്ചതാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഏതായാലും ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ ഡീറ്റെയിലുകളൊന്ന് നോക്കാം. ഇത് ബേസിക്കലി 25 വാട്ട്സിൻ്റെ ഒരു മെഷീനാണ്. ഇതിനകത്ത് നമ്മൾ 3 മണിക്കൂർ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 90 മിനിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. USB-C പോർട്ടാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മളുടെ ഒരു 5 വോൾട്ട് 1 ആംപിയറിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. മൾട്ടി ഫങ്ഷണൽ ഇലക്ട്രിക് ക്ലീനിങ് ബ്രഷ് എന്ന് ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിവൈസ് കാണിച്ചു തരും. അതുമാത്രമല്ല ഇതിൻ്റെ പല വിലകളിൽ ഇത് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെളിയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഏതൊക്കെ ടൈപ്പ് ബ്രഷ് ഏതൊക്കെ കോമ്പിനേഷനിലാണ് കിട്ടുന്നത് എന്നുള്ളത്, അതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഡിവൈസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഡിവൈസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് USB-C പോർട്ട് കൊടുത്തിരിക്കുന്നത്. സാധാരണ മൊബൈലിൻ്റെ ചാർജർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് ഒരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്, അഡാപ്റ്ററൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ ബട്ടൺ കാണാൻ പറ്റും. 1, 2 എന്ന് പറയുന്ന 2 സ്പീഡും കാണിക്കാം. ഇതിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിവൈസ് ഓൺ ആവും. ഇതിപ്പം കൂടിയ സ്പീഡിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ കുറഞ്ഞ സ്പീഡിൽ കറങ്ങാൻ തുടങ്ങും. വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്താൽ കൂടിയ സ്പീഡ്, അങ്ങനെ പോകും. ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈസ് ഓഫ് ആവും. നമ്മൾ ചാർജർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ റെഡ് ലൈറ്റ് കത്തും. കംപ്ലീറ്റ് ചാർജ് ആയി കഴിയുമ്പോഴത്തേക്ക് ഗ്രീൻ ലൈറ്റും കത്തും. ഇവിടെ നമുക്ക് എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റൻഷൻ എന്താണ്, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു തരാം. ബേസിക്കലി ഈ ഒരു ഡിവൈസ് വാട്ടർ പ്രൂഫാണ് എന്നെനിക്ക് തോന്നുന്നില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പൊക്കെ ഉണ്ട്. സോ കഴുകുന്ന സമയത്ത് നിങ്ങൾ ഇതിനകത്ത് വെള്ളം കയറാതെയൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. ഈ ഒരു 1500 രൂപയുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ അതിനുള്ള ഒരു കപ്പാസിറ്റി മാത്രം ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിനകത്ത് മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ 2 എക്സ്റ്റൻഷൻ പൈപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ എക്സ്റ്റൻഷൻ പൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു എൻഡ് ഇതിലാണ് കണക്ട് ചെയ്യുന്നത്. സോ ഈ ഡിവൈസ് തന്നെ 2 വിലയിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു 450 രൂപയ്ക്ക് ഏകദേശം കണ്ടാൽ ഇതേപോലെ തന്നെയുള്ള ഒരു മോഡൽ വിൽക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഏകദേശം 1500 രൂപ വിലയുള്ള പ്രൊഡക്റ്റാണ്. ഈ 500 രൂപയും 1500 രൂപയും തമ്മിലുള്ള പ്രൊഡക്റ്റിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. മാത്രമല്ല ബ്രഷിൻ്റെ എണ്ണത്തിലും കുറച്ച് വ്യത്യാസമുണ്ട്. സോ ഇത് നമ്മൾ തറയൊക്കെ കഴുകുന്ന സമയത്തും ബാത്റൂമിൻ്റെ വോളൊക്കെ കഴുകുന്ന സമയത്ത് നമ്മൾ കുനിഞ്ഞ് നിൽക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്റ്റൻഷൻ കേബിൾ ഉള്ളത് നല്ലതാണ്. പിന്നെ മാത്രമല്ല ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ ഈ രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. മാത്രമല്ല താഴെ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ എക്സ്റ്റൻഷനും കൂടെ ഇവിടെ നമുക്ക് കൊടുക്കാം. മൊത്തത്തിൽ അത്യാവശ്യം നല്ല നീളം കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ
സാധാരണ ഒരു മോപ്പിൻ്റെ അത്രയും നീളം നമുക്ക് എക്സ്റ്റൻഷനിൽ കിട്ടും. ഇത്തരമുള്ളൊരു എക്സ്റ്റൻഷൻ ലിവർ ഉള്ളത് നല്ലതാണ്. പ്രത്യേകിച്ച് തറയും അതുപോലെ തന്നെ ഈ താഴെ ഭാഗങ്ങളൊക്കെ ഈ സ്ക്രബറിട്ട് ഉരയ്ക്കുന്ന സമയത്ത് ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി ബോക്സിനകത്തുള്ള മറ്റ് ബ്രഷുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ബേസിക്കലി തറയൊക്കെ തുടയ്ക്കാൻ പറ്റുന്ന ഫ്ലാറ്റായിട്ടുള്ള എഡ്ജ് വരുന്ന ബ്രഷ്. ഇത് കുറച്ചുകൂടെ കേർവ്ഡ് ആണ്. ഇത് ബാത്ത് ടബും അതുപോലെ നമ്മുടെ സിങ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴുകാനായിട്ട് ഇത് യൂസ് ചെയ്യാം. പിന്നെ എഡ്ജ് വരുന്ന കാര്യങ്ങളൊക്കെ, അതായത് ഇച്ചിരി ഷാർപ്പായിട്ട് എഡ്ജ് വരുന്നൊരു ബ്രഷാണ്. 90 ഡിഗ്രി എഡ്ജ് വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്കിത് കഴുകാൻ കുറച്ചും കൂടെ പ്രയോജനപ്പെടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുകൂടാതെ നമുക്ക് ഒരു ചെറിയ ബ്രഷും കൂടെ, ഫ്ലാറ്റായിട്ടുള്ള ചെറിയ ബ്രഷ് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ വലിപ്പം കുറവുള്ള സ്ഥലങ്ങളിൽ, അതായത് സ്പേസ് കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യാം. ഇതും ഈ പറയുന്ന പോലെ ടൈലൊക്കെ കഴുകാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ബ്രഷാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ബ്രഷാണ്. ഇത് നമുക്ക് കാറ്, ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇതിൽ തന്നെ ഇതുണ്ടല്ലേ, ഈ രീതിയിൽ ഇത് ഒട്ടിച്ചു വെക്കുകയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ പാത്രം കഴുകാൻ വരെ യൂസ് ചെയ്യാം. ആ ടൈപ്പ് സ്ക്രബറാണ്. ഇത് ജസ്റ്റ് ഇതിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാവുന്നതാണ്. ഇതും സ്പോഞ്ച് പോലെയുള്ള മെറ്റീരിയലാണ്. ഫൈനൽ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഗ്ലാസും പാത്രങ്ങളും ഒക്കെ നമുക്ക് കഴുകാൻ ഇത് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് വണ്ടിയൊക്കെ പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വണ്ടിയുടെ ബോഡിയൊക്കെ പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇതും ഇതേ പോലെ ജസ്റ്റ് നല്ല രീതിയിലൊന്ന് ഇത് ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും. നല്ല ബലത്തിൽ തന്നെ ഇരിക്കും, ഇളകി പോകത്തൊന്നുമില്ല. ഇതും അതുപോലെ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതും ഇതേൽ ഒട്ടിച്ചുകൊണ്ട് ചെയ്യാം. അങ്ങനെ ഇത്രയും ടൈപ്പ് ബ്രഷുകളാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്ന ഇത്രയും ബ്രഷും ഈ ഒരു സിംഗിൾ യൂണിറ്റിൽ ഒട്ടിച്ചെടുത്ത് നമുക്ക് മാറ്റി മാറ്റി വെക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഇത്രയും ബ്രഷുകൾ ഇതിലേക്ക് ക്ലിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ക്ലിപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, ഇതിൽ ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. വെറുതെ കയറ്റി പ്ലഗ് ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. സംഭവം കഴിഞ്ഞു. ഓണാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലേ. ഇത് നമ്മൾ അത്യാവശ്യം ഞാൻ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്താലും നിൽക്കുന്നില്ല, കറങ്ങുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത്ര ഞാൻ ബലം കൊടുത്തിട്ടുണ്ട്, എന്നാലും ഇത് നിൽക്കത്തില്ല. അത്യാവശ്യം ഉരച്ച് തേച്ച് കഴിയാൽ പോലും അതിൻ്റെ പ്രയോജനം കിട്ടും. എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇത്രയും വില കുറഞ്ഞൊരു ഡിവൈസ് ആയതുകൊണ്ട് വലിയ പവറൊന്നും കാണത്തില്ലായിരിക്കും, നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒന്നിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് നിന്ന് പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഒരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ പേടി ഏതായാലും ഇപ്പോൾ ഇല്ല. നല്ല അമർത്തി ഉരച്ചാൽ പോലും ഇത് നിൽക്കാതെ വീണ്ടും കറങ്ങുന്നുണ്ട്. ഊരാനാണെങ്കിലും ഇത്രയും സിമ്പിളാണ്. ജസ്റ്റ് ഈ ഒരു വെട്ട് നോക്കി കയറ്റി വെക്കുക, ഇങ്ങനെ ഊരിയെടുക്കുക, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. സോ ഞാനിത് നമ്മൾ ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏകദേശം 3 മണിക്കൂറാണ് ഇത് ചാർജ് ചെയ്യേണ്ടത്. 3 മണിക്കൂർ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ ഗ്രീൻ ലൈറ്റ് കത്തും. അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 90 മിനിറ്റിന് മുകളിൽ, അതായത് 1.5 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഏതായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം ഇതെങ്ങനെയുണ്ട്, ഈ പ്രോഡക്റ്റ് ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഏതായാലും വണ്ടിയിലൊന്ന് കഴുകി ട്രൈ ചെയ്ത് നോക്കുകയാണ്. വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാടുകളൊക്കെ ഇതിനകത്തുണ്ട്. സോ ഏതായാലും കുറച്ച് കാർ വാഷിൻ്റെ ലിക്വിഡ് ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല രീതിയിൽ ഇതിൻ്റെ ആ സോപ്പ് വണ്ടിയിൽ ശരിക്കും പിടിച്ചിട്ടുണ്ട്. കാരണം നല്ലോണം വെള്ളം ഒഴിച്ചിട്ടേ ആ സോപ്പ് മയം അതിൽ നിന്ന് പോകുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം നല്ല രീതിയിൽ വാഷിങ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം വാഷ് ചെയ്ത് കഴിയുമ്പോഴും അത്യാവശ്യം ചെറിയ രീതിയിലുള്ള പൊട്ടുകളൊക്കെ ഇപ്പോഴും നിൽപ്പുണ്ട്. അത് ഇച്ചിരി ഡാർക്കായിട്ടുള്ള പൊട്ടുകളൊക്കെയാണ്. പക്ഷെ ബാക്കി മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു പോളിഷിങ് എഫക്റ്റ് പോലെയൊക്കെ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല സാധനം. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഡിവൈസ് നല്ല രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അതായത് ഇത് വെച്ച് നമ്മുടെ കാറ് കഴുകി, ബാത്റൂം ഒക്കെ ഒന്ന് കഴുകി നോക്കി, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കഴുകി നോക്കി. കൊള്ളാം, നല്ല സാധനമാണ്. ഇത് വെച്ചിട്ട്
ഭയങ്കരമായിട്ട് അങ്ങ് വൃത്തിയാകും, പോളിഷ് ചെയ്ത പോലെ ആകും എന്നൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ മാനുവലി കൈകൊണ്ട് ഇതുപോലെ ഒരു സ്ക്രബ്ബർ ഇട്ട് ഇങ്ങനെ ഉരച്ച് തൂക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു സ്ക്രബ്ബർ ഇട്ട് കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തവണ ഉരയ്ക്കുന്ന സമയം കൊണ്ട് ഇത് പ്രസ് ചെയ്ത് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് നമ്മളൊരു 4 തവണ കൈകൊണ്ട് ഉരയ്ക്കുന്നതിന്റെ എഫക്റ്റ് ആ ഒരു ഒറ്റ തവണ നമ്മൾ കൈകൊണ്ട് ഉരയ്ക്കുന്നതിന്റെ ആ സമയം കൊണ്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അതായത് ഏകദേശം ഒരു പകുതിയോളം സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും ഇതുകൊണ്ട്. അതാണ് നമുക്ക് ഇതുകൊണ്ടുള്ള പ്രധാനമായിട്ടുള്ള ഗുണം നമുക്ക് ലഭിക്കുന്നത്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് നമ്മൾ കൈകൊണ്ട് തുടച്ചാൽ എങ്ങനെയാണോ അതുപോലൊക്കെ തന്നെയാണ് ഇതിന്റെയും ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. സമയം ലാഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി കുറച്ചുകൂടെ സമയം കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനും സാധിക്കും. ഏകദേശം 1 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്തു. എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് യൂസ്, പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു, ബാക്കി ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് യൂസ്. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം വർക്ക് ചെയ്തിട്ടും ഇത് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ചാർജ് തീർന്നില്ല, അപ്പോഴും ചാർജ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചാർജിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല, ഇങ്ങനെ ഒരു 1 അവർ യൂസ് ചെയ്യാം. ഒരു അരമണിക്കൂറൊക്കെ ഉപയോഗിച്ചപ്പോഴത്തേക്ക് ചെറുതായിട്ട് ചൂടാകുന്നുണ്ടായിരുന്നു ഈ ഡിവൈസ്. അതുകൊണ്ടാണ് ഞാൻ ഒരു അരമണിക്കൂർ ആയപ്പോഴത്തേക്ക് ഓഫ് ചെയ്തത്. എന്തായാലും അത്യാവശ്യം നമുക്ക് ഈസി ആയിട്ട് കഴിയാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ വേണ്ട എന്നുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 450 രൂപയ്ക്കൊക്കെ ഈ ഒരു ഡിവൈസ് മാത്രമായിട്ട്, ഡിവൈസും സ്ക്രബറും മാത്രമായിട്ട് കിട്ടുന്നതും ഞാൻ കണ്ടിരുന്നു. അത് എങ്ങനെയുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് എമൗണ്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാം. ഇനി അതെല്ലാം നല്ല ലാവിഷായിട്ട് ഇത് വെച്ച് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. എൻ്റെ വീട്ടിൽ ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് പ്രയോജനമുള്ളതായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും എഴുതിയിട്ടില്ല. ജസ്റ്റ് ഒരു ബേസിക് സാധനം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്രാൻഡ് ഏതാണ് അല്ലെങ്കിൽ വാങ്ങിക്കുന്ന സാധനം നല്ലതാണോ എന്നുള്ളത് നിങ്ങൾ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും അതിന്റെ റേറ്റിംഗ് നോക്കിയതിന് ശേഷം വാങ്ങിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സാധനം കിട്ടും. ഇത് എത്ര നാള് നിൽക്കും എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇത് കേടായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്തോളാം. അപ്പൊ എത്ര നാള് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനും സാധിക്കും. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഋഷഭ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.